സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറ്റുപാത്രത്തിൽ ഈ ഒരു കറിയാണ് വെച്ചേക്കണേ കണ്ടല്ല, അന്നത്തെ ദിവസം നമ്മൾ പച്ചച്ചോറ് തിന്നേണ്ടി വരും. ഒരു തരി പോലും നമുക്ക് കിട്ടൂല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു കറി നമുക്ക് വേറെ ഒരു കറിയും നോക്കണ്ട. ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പപ്പടം ഇതേപോലെ നീളത്തിലരിഞ്ഞ് വറുത്ത് കോരി വെക്കണം. ഈ പപ്പടം വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് സവാള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചിട്ട് തക്കാളിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വെന്തുടങ്ങിയ ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി ചിക്കൻ മസാലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. അവസാനമായിട്ട് ഒരിത്തിരി കുരുമുളകും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഉപ്പുണ്ടാന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ പോരാത്ത ഉപ്പിട്ട് കൊടുക്കുക. പപ്പടത്തിന് ഉപ്പുള്ളതാണ്, അതിനനുസരിച്ച് ഒന്നോട്ടൊക്കെ ഇടാൻ. ഈ പപ്പടം അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മറിച്ച് കൂട്ടി കുഴച്ചിങ്ങ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പപ്പടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം.